ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നിഴൽ കുത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ അതിൽ സെറ്റിൽ വന്ന ഉടനെ അടൂർ സാറ് പറഞ്ഞൊരു കാര്യം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെയും സുമാരി ചേച്ചിയുടെയും മകൻ്റെ ക്യാരക്ടറാണെന്നാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടീനടന്മാരാണ് അവർ. കന്യാകുമാരിയിലായിരുന്നു ഷൂട്ടിംഗ്. ആൻഡ് ആ ഒരു മാസം ഒരു 35-40 ദിവസത്തോളം കുറച്ചധികം സമയം ഒടുവിലേട്ടനായിട്ട് എനിക്ക് ചിലവഴിക്കാൻ പറ്റി. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഇങ്ങനെ, ചേട്ടാ ഇന്ന് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോവുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓൾ ദി ബെസ്റ്റ് പുള്ളിയുടേതായ ഒരു രീതിയുണ്ടല്ലോ. അല്ല, അദ്ദേഹം പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എപ്പോഴും മനസ്സിൽ വയ്ക്കുന്ന ഒരു കാര്യം പുള്ളി പറയായിരുന്നു, എടോ ഏറ്റവും ബുദ്ധിമുട്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ പറയണതൊന്നും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം. അത് പല ലൊക്കേഷനിലും സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പല ലൊക്കേഷനിലും നമുക്ക് എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്. നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ആൻഡ് അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിലൊരു പ്രത്യേക ഒരു സീൻ ഉണ്ടായിരുന്നു. ഒരു കാളവണ്ടിയിൽ ഞങ്ങൾ കാളവണ്ടി ഓടിച്ചു പോകുന്ന സീൻ. അപ്പോൾ അതിൽ മുമ്പിലിരിക്കുന്നുണ്ട് അമ്പിളിച്ചേട്ടൻ ഇരിക്കുന്നുണ്ട്, പിന്നിൽ ഞാനും ഒടുവിലേട്ടനും ഉണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരം ഒരു 7 മണിക്കൊറ്റ തുടങ്ങിയ ഷൂട്ട്, ആ ഒരൊറ്റ ഷോട്ട് തന്നെ ഏകദേശം രാത്രി 2 മണി 12:30 തീർന്നത്. അപ്പോൾ ഓരോ തവണ, കാരണം അത് കുറേ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരുന്നു ആ ഷോട്ട്. ഈ കാളയുടേതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, വണ്ടിക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ലൈറ്റിങ്ങിൻ്റെ ഇഷ്യൂസും. പിന്നെ അപ്പോൾ ഓരോ തവണ ഷോട്ട് കഴിയുമ്പോഴും നമുക്ക് കേൾക്കാം ഈ വീണ്ടും 1 more അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഒടുവിലേട്ടൻ്റെ സ്ഥിരം മാനറിസംസ് ഉണ്ടല്ലോ, ഈ ഹൈ ഓ ഈ ശബ്ദങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഫുൾ ടൈം ലൈക്ക് കൂടെ നിന്നുകൊണ്ടാണോ എന്നറിയില്ല. ലൈക്ക് അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയിരുന്നു. അതാ വീണ്ടും പറഞ്ഞിട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇതിലേറെ നാച്ചുറലായിട്ടൊന്നും ഐ ഡോണ്ട് തിങ്ക് സോ എനിവൺ ക്യാൻ ബിഹേവ്. ആൻഡ് ഫോർ മീ അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങി എന്നുള്ളത് വാസ് സംതിങ് ബിഗ്. അദ്ദേഹത്തിൻ്റെയും സുമാരി ചേച്ചിയുടെയും കൂടെ തുടങ്ങി എന്നുള്ളത്.